ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരുപാടായി ഒരു വീഡിയോ ചെയ്തിട്ട്. ഞാൻ ഓർത്ത് ഇന്നൊരു വീഡിയോ ചെയ്തേക്കാമെന്ന്. ഒന്നുമില്ല, ഒരു സിമ്പിൾ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാൽക്കണിൽ ചെന്ന സമയത്ത് നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ മുരിങ്ങ ഇല, അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ മുരിങ്ങയിലൊക്കെ കൂട്ടി നമുക്ക് ഫുഡ് കഴിക്കാമായിരുന്നല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിങ്ങിന് പോയ സമയത്താണ് നമുക്കിത് കണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യൻ ഷോപ്പിൽ ഇങ്ങനെ മുരിങ്ങയില കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്യാഷ് ഒന്നും നോക്കിയില്ല. ഇതിനിവിടുത്തെ 2.59 നമ്മുടെ ഒരു ബൊക്കെ പോലെ ഞാൻ കാണിച്ചില്ലേ, ആ ഒരു ഇതിൽ കിട്ടുന്നതിനാണ് 2.59. ഒരു 2-3 തവണയൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ഫാമിലികൾക്കൊക്കെ 2-3 തവണ കുക്ക് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഇതിലേറ്റവും ഡിഫിക്കൽട്ട് പ്രോസസ്സാണ് ഈ ഒരു മുരിങ്ങ, ഈ ലീവ്സ് ഈ കമ്പിൽ നിന്ന് അടർത്തി മാറ്റുക എന്നുള്ളത്. അപ്പോൾ അത് അത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ജോലി കഴിഞ്ഞു. ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ കറിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ കറി അറിയുന്നുണ്ടാവും. ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള കറിയാണ്, നമ്മുടെ അമ്മമാരൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന കറിയാണ്. പക്ഷേ ഇവിടെ നമ്മളിത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ വളരെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അപ്പോൾ അത് കാരണം ഞാൻ ചെറിയൊരു സിമ്പിൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുതിർത്ത പരിപ്പിലോട്ട് നമ്മൾ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ ഓനിയനും ടൊമാറ്റോയും ചില്ലിയും പിന്നെ കുറച്ച് ഗാർലിക്കും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് അതിലോട്ട് നമ്മൾ ഒരിത്തിരി സോൾട്ടും ഒത്തിരി ടർമറിക് പൗഡറും ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിൽ, ആ ഒരു പരിപ്പ് വേവാനുള്ളൊരു വിസിൽ ആവുന്നവരെ അടിച്ചെടുക്കുക. അങ്ങനെ ഒരു 3 വിസിൽ അടിച്ചാൽ മതി. എൻ്റെ കയ്യിൽ വലിയ കുക്കറാണുള്ളത്. ചെറിയ കുക്കറിൻ്റെ വിസിലിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്, കാരണം ഞാൻ വലിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ ഞാൻ ഒരു നമ്മുടെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ എന്തോ ഒരു കടലമുട്ടായോ എന്തോ ഒരു ഭയങ്കര നൊസ്റ്റുമായിട്ട് ഇട്ടപ്പോൾ നമ്മുടെ വീട്ടിൽ മീൻസ് ഫാമിലി മെമ്പർ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു, അയ്യോ ഇതൊക്കെയാണോ ഇപ്പോൾ കൊതിയെന്ന്. സത്യം പറയാം, ഇവിടെ ഇതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് നമുക്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ ഷോപ്പിലൊക്കെ നമ്മൾ പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് കിട്ടുന്ന സമയത്ത് ഇത് വാങ്ങിച്ച് കഴിക്കും. അത് അങ്ങനെയാണ് ഇവിടെ. അത് കാരണം ഈ ഒരു കറിയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നും ഇല്ലാത്ത പോലെ തോന്നുകയാണെങ്കിൽ നമുക്കിത് വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ സംസാരിച്ച് നിൽക്കുന്നില്ല, സമയം കളയാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മൾ തേങ്ങ, അതുപോലെ ചെറിയ ഉള്ളി, അതുപോലെ ഇത്തിരി ചെറിയ ജീരകം അതെല്ലാം ചേർത്ത് ഇത്തിരി വെള്ളം ചേർത്ത് നമ്മൾ തേങ്ങ അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പരിപ്പ് നല്ല വെന്തിട്ടുണ്ടായിരുന്നില്ലേ, അതിലോട്ട് ഞാൻ മുരിങ്ങ ആഡ് ചെയ്യുന്നത് വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ അത് മുരിങ്ങ ആഡ് ചെയ്തതിന് ശേഷം മുരിങ്ങ നന്നായിട്ട് വെന്തിട്ട് വേണം നമ്മൾ ഈ ഒരു അരച്ച് വെച്ച അരപ്പ് അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് തിളപ്പിക്കുക. ഒരു തേങ്ങയുടെ ആ ഒരു ഇത് പോകുന്നവരെ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുക. ഞാൻ അതിനകത്ത് പാത്രം മാറ്റിയിട്ടുണ്ടായിരുന്നു. വലിയ കുക്കറിൽ നിന്ന് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാര്യം കുറച്ച് കറിയേ ഉള്ളൂ, കുറച്ച് കറി മതി. പിന്നെ നമ്മൾ ഈ പരിപ്പൊക്കെ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെക്കാതിരിക്കുകയാണ് നല്ലത്. ഒരു 2 ദിവസം മാക്സിമം, അതിനപ്പുറം ഒന്നും പരിപ്പൊന്നും എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ സമ്മർ കൂടെയാണ്, അത് കാരണം ഒരുപാടൊന്നും കറി എടുത്ത് വെച്ച് കൂട്ടാൻ കൊള്ളില്ല. അപ്പോൾ നമ്മൾ അതിലോട്ട് ഇനിയിപ്പോൾ കടുക് വറുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കടുക് വറുക്കുകയാണെന്ന് പറയുക, കടുക് താളിക്കുക എന്നൊക്കെ പറയും ചില നാട്ടിൽ. കുറച്ച് കടുക് നമ്മൾ വെളിച്ചെണ്ണയിലോട്ടും അതിലോട്ട് നമ്മൾ വറ്റൽമുളക് ഇട്ടു. ഞാൻ കറി ലീവ്സ് ഉണ്ട്, പക്ഷേ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കാര്യം ഓൾറെഡി മുരിങ്ങയില ഒരു ലീവ്സ് അല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ കറി ലീവ്സും കൂടെ ചേർന്നാലും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു താളിച്ചത് നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ആ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കറി നന്നായിട്ട് കുറുകി വരും. കാര്യം പരിപ്പുള്ളത് കാരണം കറി നല്ല കുറുകിയിരിക്കും കേട്ടോ. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് കറീസ് ആണെന്ന് പറയാം. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകും. ഒരു ചെറിയൊരു മീൻ വറവ് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി നമുക്ക് ലഞ്ച് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.